വെൽക്കം ടു ബ്രൈൻ സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ സെറ്റ് എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ സൊല്യൂഷനും കൂടി നമുക്ക് പറഞ്ഞു പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം. സുക്രോസിന്തസിസ് പ്ലാന്റ് ഫിസിയോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് sucrosynthesis occurs in the cytosol and starch synthesis occurs in the chloroplast stroma. Yet the two processes are intricately balanced. What factors shift the reactions in favor of starch synthesis? അതായത് starch synthesisനെ ഫേവർ ചെയ്യുന്ന ഫാക്ടർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ 4 ഓപ്ഷൻസിൽ ആൻസർ വരുന്നത് എ ആണ്. ആക്ച്വലി എ എന്ന് പറയുന്നത് സ്റ്റാർച്ച് സിന്തസിസിനെ ഫേവർ ചെയ്യുന്നതും ബി എന്ന് പറയുന്നത് സുക്രോസിന്തസിസിനെ ഫേവർ ചെയ്യുന്നതുമാണ്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റാർച്ച് സിന്തസിസ് ഫേവർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന, ഇവിടെ ഫോസ്ഫേറ്റും ട്രയോസ് ഫോസ്ഫേറ്റും ആണ് കൊടുത്തിട്ടുള്ളത്. ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റിൽ ഹൈ ആയിട്ടുള്ള കേസിൽ മാത്രമേ ഈ ഒരു സ്റ്റാർച്ചിന്റെ സിന്തസിസ് നടക്കുള്ളൂ. ഓക്കെ, അതായത് ഇപ്പൊ സൈറ്റോസോളില് ഫോസ്ഫേറ്റിന്റെ ലെവൽ വളരെ കുറവാണ്. അപ്പൊ ഈ ഒരു ട്രാൻസ്ലൊക്കേറ്റർ ഉണ്ടല്ലോ, അതിനെ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ഒരു ട്രാൻസ്ലൊക്കേറ്റേഴ്സിനെ ഈ ഒരു ട്രയോസ് ഫോസ്ഫേറ്റിനെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ ഒരു ട്രയോസ് ഫോസ്ഫേറ്റ് ക്ലോറോപ്ലാസ്റ്റിൽ തന്നെ ട്രാപ്പ് ചെയ്ത് അവിടെ നിൽക്കും. ആ ഒരു ടൈമിൽ ഹൈ ട്രയോസ് ഫോസ്ഫേറ്റ് ക്ലോറോപ്ലാസ്റ്റിൽ വരും. നേരെ തിരിച്ച് ഈ ഒരു ട്രയോസ് ഫോസ്ഫേറ്റ് ക്ലോറോപ്ലാസ്റ്റിൽ ഹൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്ന അറിയോ? ADP ഗ്ലൂക്കോസ് ഫോസ്ഫോറൈലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ADP ഗ്ലൂക്കോസ് ഫോസ്ഫോറൈലേസ് എന്ന് പറയുന്ന എൻസൈം ഒരു കീ റെഗുലേറ്ററി എൻസൈം ആണ് സ്റ്റാർച്ച് സിന്തസിസിനെ അതിനെ എൻഹാൻസ് ചെയ്യിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് സൈറ്റോസോളില് ലോ PI ഫോസ്ഫേറ്റും ദെൻ ഈ ഒരു ക്ലോറോപ്ലാസ്റ്റില് ഹൈ ട്രയോസ് ഫോസ്ഫേറ്റും ഉണ്ടായാൽ സ്റ്റാർച്ച് സിന്തസിസിനെ എൻഹാൻസ് ചെയ്യിക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Fluoroacetate is a metabolic poison capable of blocking the Krebs cycle. Which enzyme gets blocked by fluoroacetate in the Krebs cycle? ഇതും കുറച്ച് ഡീപ്പായിട്ട് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. സെറ്റ് എക്സാം, HSST, ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് എക്സാമും പിന്നെ നിങ്ങളുടെ MSc BSc ഫ്രണ്ടിനും കൂടി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈയുടെ ആൻസറിലോട്ട് പോകാം. ഇതിന്റെ ആൻസർ വരുന്നത് അക്കോണിറ്റേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. കാരണം ഈ ഒരു ഫ്ലൂറോ അസറ്റേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സെൽഫ് അതൊരു പോയിസൺ അല്ല. പക്ഷെ അതൊരു സെല്ലിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ അവ ഫ്ലൂറോസിട്രേറ്റ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. ആ ഒരു ഫ്ലൂറോസിട്രേറ്റ് ആണ് ആക്ച്വലി പോയിസൺ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഫ്ലൂറോസിട്രേറ്റ് എന്ന് പറയുന്നത് അക്കോണിറ്റേസിന്റെ ഒരു കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ആണ്. അപ്പൊ ഈ ഒരു അക്കോണിറ്റേസിനെ അത് ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ആ ഒരു അക്കോണിറ്റേസിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി ഐസോസിട്രേറ്റ്, ആ ഒരു സിട്രേറ്റിൽ നിന്ന് ഐസോസിട്രേറ്റ് ഉണ്ടാകുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ ക്രെബ്സ് സൈക്കിളിൽ, ആ ഒരു സ്റ്റെപ്പിനെ ഹാൾട്ട് ചെയ്യുകയും ക്രെബ്സ് സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകുകയും ചെയ്യും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു സിട്രേറ്റിന്റെ ലെവല് എന്താ ഒരു സെല്ലിൽ അൾട്ടിമേറ്റ്ലി ഒരു ലീത്തൽ ലെവലിലോട്ട് മാറുകയും ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അപ്പൊ അതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരിക. കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കാൽക്കുലേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പരമാവധി പഠിച്ചു പോകുന്നതായിരിക്കും ഇനി വരുന്ന സെറ്റ് എക്സാം പാറ്റേൺ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. നോക്കാം. ദ കാർബൺ കാർബൺ ബോണ്ട് ഡിസ്റ്റൻസ് ഫോർ സിംഗിൾ ബോണ്ടഡ് കാർബൺ സച്ച് ആസ് ദോസ് ഇൻ എ സാച്ചുറേറ്റഡ് ഫാറ്റി അസൈൽ ചെയിൻ ഈസ് അബൌട്ട് 1.5 angstrom. Estimate the length of a single molecule of palmitate or palmitic acid in its fully extended form. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇവിടെ പാൽമിറ്റേറ്റ് ആണ് അല്ലെങ്കിൽ പാൽമിറ്റിക് ആസിഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. പാൽമിറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു 60 കാർബൺ അടങ്ങിയിട്ടുള്ള മോളിക്യൂൾ ആണ്. അപ്പോൾ 60 കാർബൺ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബോണ്ടിന്റെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 16 - 1 ആണ്. അപ്പോൾ അവിടെ ആക്ച്വലി 15 കാർബൺ കാർബൺ ബോണ്ട് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, 15 കാർബൺ കാർബൺ ബോണ്ട് ആണ്. ഒന്നിന്റെ ആ ഒരു സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ചെയിനിൻ്റെത് ഏകദേശം 1.5 ആങ്സ്ട്രം ആണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ആ ഒരു ബോണ്ടിന്റെ എണ്ണത്തിന് എന്ന് പറയുന്നത് ഒരു കാർബൺ കാർബണും തമ്മിലുള്ള ലെങ്ത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 1.25 ആണ്. ഓക്കെ, 1.25 ആണ്. അപ്പൊ ഒരു 1.25നെ നമ്മൾ ഈ ഒരു ടോട്ടൽ 15
കാർബൺ കാർബൺ ബോണ്ട് കൊണ്ട് ഇൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഇൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഏകദേശം 18.75 ആങ്സ്ട്രോം ആണ് കിട്ടുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. 18.75 ആങ്സ്ട്രോം ആണ് നമ്മുടെ ടോട്ടൽ ലെങ്ത്. അപ്പൊ ഇതില് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഒരു സാച്ചുറേറ്റഡ് ഫാറ്റി അസൈൽ ചെയിൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സാച്ചുറേറ്റഡ് ഫാറ്റി അസൈൽ ചെയിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 18.75 ആങ്സ്ട്രത്തിന്റെ കൂടെ എന്താ ഒരു ടെർമിനൽ മീഥൈൽ ഗ്രൂപ്പിന്റെ കോൺട്രിബ്യൂഷനും അല്ലെങ്കിൽ കുറച്ച് കാർബോക്സിൽ ഗ്രൂപ്പിന്റെ കോൺട്രിബ്യൂഷനും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എന്തായാലും ഒരു 80.75 ആങ്സ്ട്രത്തിന്റെ കൂടെ ചെറിയ രീതിയിലുള്ള ഒരു എന്താ മാറ്റാണ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു എഡീഷനും കൂടി ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു 18.75 ആയിട്ട് ആങ്സ്ട്രോം ആയിട്ട് ഏറ്റവും അടുത്ത് വരുന്നത് ഏകദേശം 20.3 ആങ്സ്ട്രോം ആണ്. അപ്പൊ ആൻസർ വരാൻ സാധ്യതയുള്ളത് 20.3 ആങ്സ്ട്രോം ആണ്. ആൻസർ ഡി ആണ് വരിക. ഓക്കെ, next question, which among the following are exemplified for mitochondrial inheritance types? താഴെയുള്ളത് mitochondrial inheritance type ആയിട്ട് exemplify ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3 ഓപ്ഷൻ ആണ് ഉള്ളത്. ആ ഒരു ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരിക? 3ഉം 1ഉം 2ഉം 3ഉം mitochondrial inheritance ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു mitochondrial inheritance അല്ലെങ്കിൽ chloroplast inheritance ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. കൂടാതെ സെറ്റ് എക്സാം അല്ലെങ്കിൽ HSST ബോട്ടണി രണ്ടിന്റെയും സിലബസ് സെയിം ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോസ്റ്റ് ഓഫ് ദി വീഡിയോസും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നല്ല രീതിയിൽ ഓരോന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, then ഈ ഒരു ക്വസ്റ്റ്യൻ സീരീസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഫോളോയിങ് ഇൻ ടേംസ് ഓഫ് individuals have a numerical change in part of the genome and the corresponding syndrome. Select the correctly matched pair. താഴെ കൊടുത്തിരിക്കുന്നതിൽ correctly matched ആയിട്ടുള്ള പെയർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ട്രൈസോമി 21 ആണ് അല്ലേ. ഡൗൺ സിൻഡ്രോം ട്രൈസോമി 21 ആണ്. പാറ്റോ സിൻഡ്രോം എന്ന് പറയുന്നതോ ട്രൈസോമി 13 ആണ് അല്ലേ. എന്നാൽ ടെർണർ സിൻഡ്രോം എന്ന് പറയുന്നത് ഹൈപ്പോപ്ലോയിഡ് തന്നെയാണ്. അപ്പൊ ആൻസർ അത് കറക്റ്റ് ആണ് അല്ലേ. ഡൗൺ സിൻഡ്രോം ട്രൈസോമി 21 ആണ്. നമ്മുടെ എഡ്വേർഡ് സിൻഡ്രോം ആണ് ട്രൈസോമി 18 എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അസുഖങ്ങളും ഞാൻ മോസ്റ്റ് ഓഫ് ദ ആ ഒരു ജനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വലിയൊരു സീരീസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ എൻ്റെ ആ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വ്യൂസ് ഇപ്പോൾ വളരെ കുറവാണ്. HSST ആ ഒരു പീക്ക് സമയത്ത് നല്ല വ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു HSST ബോട്ടണി എക്സാം കഴിഞ്ഞ് പിന്നീട് സെറ്റ് എക്സാമിന് കുറച്ച് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ വ്യൂ വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കൂടി ആ ഒരു വ്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുക. ഒരു ഹൈ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ.